കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അതെന്തുകൊണ്ടാണെന്നറിയോ? നിനക്ക് നിന്നേക്കാളേറെ എന്നെ ഇഷ്ടമാണെന്നുള്ളത് ഞാനിന്ന് കണ്ടുപിടിച്ചു. ഇല്ല ദേവേട്ട, നിനക്ക് എന്നെ ഇഷ്ടമാണ് മോളെ. ഇല്ലെന്ന് പറഞ്ഞില്ലേ ദേവേട്ട? എന്നാ ഞാൻ തെളിയിച്ച് കാണിക്കട്ടെ. തെളിയിക്കാൻ നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല. എനിക്ക് പ്രേമൊന്നുമില്ല. എന്റെ മനസ്സിൽ ദേവേട്ടനോട് ഒരു പ്രേമവും തോന്നിയിട്ടില്ല. കണ്ടിട്ടില്ലേ? കണ്ടിട്ടേ ഇല്ല. അയ്യോ, എന്തിനാടാ ചെറുക്ക നീ ഇപ്പോഴേ ഇങ്ങനെ ആർത്തി കാണിക്കുന്നേ? എന്തു തന്നെ ഭാര്യയും ഭർത്താവും ആണെങ്കിലും എത്രമാത്രം ഏകാന്തത കിട്ടിയാലും ആഘോഷങ്ങൾക്കും ഉത്സവങ്ങൾക്കും ഇടയിൽ ചുറ്റും ആൾക്കാർ നിറഞ്ഞു നിൽക്കുമ്പോ ഇങ്ങനെ ആരും അറിയാതെ കൊഞ്ചിക്കുഴയാൻ കിട്ടുന്ന അവസരങ്ങൾക്ക് ഒരു പ്രത്യേക സുഖ. അല്ല ദേവാ, നിന്റെ അമ്മ എന്താടാ ഇങ്ങനെ? നിങ്ങൾ തമ്മിലുള്ള സ്നേഹം നിലനിർത്താൻ ഏലസിന്റെ മന്ത്രത്തിന്റെ പുറകെ പോണേ. ഇതിനേക്കാൾ സ്നേഹിക്കുന്ന ഒരു ഭാര്യ നിനക്ക് ഇനി എവിടുന്ന് കിട്ടാനാ? ഇനി എന്നും ഇതുപോലെ തന്നെ സന്തോഷമായിട്ട് പരസ്പരം സ്നേഹിച്ച് ജീവിക്കണം കേട്ടോ മക്കളെ. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം നിലനിർത്താൻ ഏലസിന്റെ മന്ത്രത്തിന്റെ പുറകെ പോണേ. ഇനി എന്നും ഇതുപോലെ തന്നെ സന്തോഷമായിട്ട് പരസ്പരം സ്നേഹിച്ച് ജീവിക്കണം കേട്ടോ മക്കളെ. ഇതെന്ത് കഥയാ? ചെറിയമ്മ കളിയാക്കാണെന്നല്ല ഞാൻ കരുതിയേ. പക്ഷെ നമ്മൾ രണ്ടും ഭാര്യ ഭർത്താക്കന്മാരെന്ന പോലെയാണല്ലോ ചെറിയമ്മ ഇപ്പൊ അനുഗ്രഹിച്ചിട്ട് പോയത്. ശരിയാ ദേവേട്ട, നമ്മൾ ഭാര്യയും ഭർത്താവുമാണ്. വൈദേഹി എന്താ പറഞ്ഞേ? ഒന്നുകൂടി ഒന്ന് പറയോ? നമ്മള് ഭാര്യയും ഭർത്താവുമാണെന്നോ? അതേലോ, ചെറിയമ്മയുടെ കാഴ്ചപ്പാടില് നമ്മൾ ഭാര്യയും ഭർത്താവും തന്നെയാ.
നീയാണോ ഇവിടുത്തെ ചെറിയ മരുമോള്? അതെ അമ്മായി. അന്ന് ഞാനും അങ്ങനെയാണല്ലോ വിചാരിച്ചത്. അവിടെയാണല്ലോ തെറ്റ് സംഭവിച്ചതും. സത്യത്തിൽ ശ്രേയയുടെ സ്ഥാനത്ത് നീയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ചിലതൊക്കെ അങ്ങനെയാ, കൊതിക്കാനേ പറ്റുള്ളൂ. അതാ വിധി. വിധിയെ മാറ്റാൻ ആർക്കും പറ്റില്ലല്ലോ. ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. നമ്മളൊന്നിച്ച് ജീവിക്കണമെന്ന് ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിൽ. ഒരിക്കലുമില്ല. അതെ, അങ്ങനെ ഒരു വിധി ഉള്ളതുകൊണ്ട് മാത്രമാണ് ശ്രേയ ഈ വീട്ടിലെ മരുമകളായി വന്നെങ്കിലും അവൾ ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങളൊക്കെ നിനക്ക് ചെയ്യേണ്ടി വന്നത്. നമുക്ക് വിധിയുള്ളത് കൊണ്ട് മാത്രമാണ് അമ്മ ഹിമാലയത്തിൽ നിന്ന് വരുത്തിച്ച് ഈ വീട്ടിലെ മരുമകളുടെ കയ്യിൽ കെട്ടേണ്ട ഏലസ് ശ്രേയയ്ക്ക് കിട്ടാതെ പോയതും അത് തിരുമേനി നിന്റെ കൈ കെട്ടിയതും. അന്ന് പന്തലി വെച്ച് അങ്ങനെ ആൾമാറാട്ടം നടന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ കല്യാണത്തിന് മുമ്പും കല്യാണം നടന്നതിന് ശേഷവും എൻ്റെ മനസ്സിലും ജീവിതത്തിലും നീ മാത്രമേ ഉള്ളൂ. അതെന്തുകൊണ്ടാണ് വൈദേഹി നീ മനസ്സിലാക്കാത്തത്? നമ്മുടെ സ്നേഹം നമ്മളെ സ്നേഹിക്കുന്നവരെ നഷ്ടപ്പെടുത്തുന്നതാണെങ്കിൽ അത് വേണ്ടെന്ന് വെക്കണം. നമ്മുടെ ആൾക്കാരെ വേദനിപ്പിച്ചുകൊണ്ട് ജീവിക്കണോ ദേവേട്ട? നമുക്ക് ജീവിക്കണം. നമ്മുടെ ആൾക്കാരെ വേദനിപ്പിച്ചുകൊണ്ട് ജീവിക്കണോ ദേവേട്ട? എടാ 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 അവിടെ നിന്നേ. എന്താ അച്ഛമ്മ കാര്യം? ഇവിടെ എനിക്ക് സ്വൈരം തരില്ലെന്ന് വെച്ചിരിക്ക. പൂജയ്ക്ക് കൂടാൻ വന്നല്ലേ? വയസ്സങ്ങാലത്തെ ഒരു മൂലക്കിരുന്ന് ശ്രീരാമനാമം ജപിച്ചൂടെ? നീയും നിന്റെ ചേച്ചി ഉള്ളിടത്തോളം എനിക്ക് എവിടുന്ന് സമാധാനം കിട്ടാനാ? ആരൊക്കെ എവിടെയാണോ എന്ത് ചെയ്യുന്നോ ആവോ. സുഖായിരിക്കുന്നു അമ്മേ. ആ എനിക്ക് സുഖാണേ. നിങ്ങള് ശ്രേയയുടെ അച്ഛമ്മയാണല്ലേ? ആഹാ, അച്ഛമ്മ തന്നെയാ. ശ്രേയ നല്ല മിടുക്കി മോളാട്ടോ. നല്ല തിരിച്ചറിവ് സ്നേഹമുള്ള കുട്ടിയാ. ഇനി സൗന്ദര്യത്തിലാണെങ്കിലും കുറ്റം പറയാനൊന്നുമില്ല. ആ ഇന്നാ റോസാപ്പൂവിന്റെ നിറത്തിലുള്ള സാരിയിൽ അവളെ കാണാൻ സുന്ദരിയായിരുന്നു. റോസാപ്പൂവിന്റെ നിറത്തിലുള്ള സാരിയോ? ശ്രേയ ചുമന്ന സാരിയാണല്ലോ ഉടുത്തിരുന്നത്. ചുമന്ന സാരിയാണെന്നോ? കൊച്ചുമോൾ ഉടുത്തിരുന്ന സാരി ഏതാണെന്ന് പോലും നിങ്ങൾ മറന്നു അല്ലേ? ദേ വരുന്നുണ്ടല്ലോ, പറഞ്ഞു വായെടുത്തില്ല, അപ്പോഴേക്കും എത്തി. നിങ്ങൾ തന്നെ നോക്കിയേ, അവൾ ഉടുത്തിരിക്കുന്നത് റോസാപ്പൂ നിറത്തിലുള്ള സാരിയല്ലേ? വാ മോളെ. വാ ശ്രേയേ. ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചൊന്നുമില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും അവിടെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. അല്ലായിരുന്നെങ്കിൽ ആ ഭാഗത്തേക്ക് പോലും ഞാൻ വരില്ലായിരുന്നു. ഒന്നും മനഃപൂർവ്വം അല്ലോട്ടോ.
എന്തെന്നാടി നീ ഒപ്പിച്ചേ? അവരെന്തോന്നാ ഈ പറയുന്നേ? എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? നീ ശ്രേയാണെന്നാണല്ലോ അവര് പറഞ്ഞിട്ട് പോയത്. അത് ശരിയാ അച്ഛമ്മ. ചേച്ചിയാ ഇവിടുത്തെ മരുമകള്. ഏ? എന്താ പെണ്ണെ നീ ഈ പറയുന്നത്? അതെങ്ങനെയാടി? ഇവളാണ് ശ്രേയെന്നും ഇവിടുത്തെ മരുമോളെന്നും അവരോട് പറഞ്ഞു അല്ലേ? ഞാനിത് പ്രതീക്ഷിച്ചതാ. എന്നെങ്കിലും ഒരിക്കൽ ഈ മിണ്ടാപ്പൂച്ച കല ഉടയ്ക്കുമെന്ന്. ഉടച്ചില്ലേ? ഇവളെ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. ചേച്ചി മനഃപൂർവ്വം ആരോടൊന്നും പറഞ്ഞിട്ടില്ല. അന്ന് പാചക പരീക്ഷണത്തിന് ചേച്ചി പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോ ചേച്ചിയെ കണ്ട ചെറിയമ്മ ഞാനാണെന്ന് കരുതി. ഏ? ഇനിയിപ്പോ അതെങ്ങനെ മാറ്റാനാ? പണി പാളിയല്ലോടി മോളെ. എത്ര വലിയ വിവരക്കേടാ നിങ്ങൾ കാണിച്ചേ. ഇനിയിപ്പോ അവർക്കെങ്ങാനും സത്യം മനസ്സിലായ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോടി? അവരെല്ലാരോടും പറയട്ടെ അച്ഛമ്മേ. ആ ചെറിയമ്മ വിചാരിച്ചതിലും തെറ്റൊന്നുമില്ലല്ലോ. അതാണല്ലോ സത്യവും. വൈദേഹി ചേച്ചിയല്ലേ ശരിക്കുള്ള മരുമോള്. വാ തുറന്നു പോകരുത്. ഇനി ഇങ്ങനെ വല്ലോ നിന്റെ വായിന്ന് വന്നാ നാവ് പിഴുതെടുക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട. ദേ നോക്ക്, അവസാനമായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി അങ്ങോട്ട് ഇവിടെ എന്ത് അത്യാവശ്യം ഉണ്ടായാലും നീ തന്നെ നോക്കിക്കണം. ഇവളെ ഈ പരിസരത്തേക്ക് അടുപ്പിക്കരുത്. നിന്റെ ഭർത്താവിനെ ഇവള് കാണരുത്. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? എന്റെ ഈശ്വര, എപ്പോ ആരുടെ വായിന്ന് സത്യം പുറത്തു വരുമെന്നറിയാതെ ഞാനിവിടെ മരണവെപ്രാളം അനുഭവിക്കുക. കല്യാണത്തിന്റെ ഫോട്ടോസിനെക്കാളും ഈ ഫംഗ്ഷന്റെ ഫോട്ടോസ് അടിപൊളിയായിരിക്കും. അതേ ഏറ്റിട്ട് ഡാ ദേ നിൽക്കുന്നു പുതു മണവാളൻ. മണവാളനോടെ നിന്നേ. ഒരു ഫോട്ടോ എടുത്തോട്ടെ പ്ലീസ്. 1 സെക്കൻഡ് സർ പ്ലീസ്. നിങ്ങളുടെ കല്യാണ ഫോട്ടോസ് എടുത്തത് ഞങ്ങൾ തന്നെ കേട്ടോ. അതിരിക്കട്ടെ, മാഡം എവിടെ? മാഡം പ്ലീസ് ഒന്ന് ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വരൂ. 1 സെക്കൻഡ് ഒന്ന് ഇങ്ങോട്ട് വന്നിട്ട് പോയേ. അന്ന് മുഖം മറച്ചിരുന്ന കാരണം കല്യാണ ഫോട്ടോയിൽ ശരിക്കും കാണാൻ പറ്റില്ല. സാറിന്റെ അടുത്തോട്ടൊന്ന് വന്ന് നിന്നേ. നല്ല അടിപൊളി 3-4 ഫോട്ടോസ് എടുക്കട്ടെ. അടുത്തു നിൽക്ക്. സാറ് നിന്നെ നോക്കിയിരിക്കുന്നേ. ഇങ്ങോട്ടൊന്ന് നിൽക്ക്. കുറച്ചുകൂടെ അടുത്ത് നിൽക്ക്. കുറച്ചുകൂടെ. മാഡം ഒന്ന് അടുത്തോട്ട് നിൽക്ക് മാഡം. അടിപൊളി. അങ്ങനെ കൈ പിടിച്ചോണ്ട് നിൽക്കേ. ഇപ്പൊ കണ്ടില്ലേ വൈദേഹി, കല്യാണ മണ്ഡപത്തിൽ ശ്രേയ മുഖം മറച്ചിരുന്ന കാരണം എന്റെ ഭാര്യ ആരാണെന്ന് ആർക്കും അറിയില്ല. ഇപ്പൊ ഫോട്ടോഗ്രാഫർ പോലും നിന്നെ കണ്ടപ്പോ തന്നെ നീ എന്റെ ഭാര്യയാണെന്ന് തീരുമാനിച്ചു. നിനക്ക് മാത്രമേ അത് തോന്നാതെ ഉള്ളൂ. ഫോട്ടോഗ്രാഫർ വന്നിട്ടുണ്ട്. ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ എല്ലാരും വിളിക്കുന്നേ. എല്ലാരും വായോ.
ശങ്കര ഈ ഫോട്ടോ എടുക്ക. ഞാനൊന്ന് ഫോൺ വിളിച്ചിട്ട് വന്നേക്കാം. ഇപ്പൊ വരാം. ഓക്കെ ഓക്കെ. ഒന്ന് ചിരിക്കും സാറേ. മോനെവിടെ നിന്നേ? എന്താ നീ പെട്ടെന്ന് പോണേ? രണ്ടാളും ഭാര്യ ഭർത്താക്കന്മാരല്ലേ? ഫോട്ടോയില് രണ്ടുപേരും അടുത്ത് നിൽക്കുന്നതല്ലേ ശരി? രണ്ടുപേരും ഒന്നിച്ച് നിന്നൊരു ഫോട്ടോ എടുക്കാം. അവരിപ്പോ ഫോട്ടോ എടുത്തതേ ഉള്ളു കൗസല്യേ. അങ്ങനെ ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ദേവന ശ്രേയയ്ക്കിടയിൽ എപ്പോഴാ ഡെവലപ്പായേ? കൗസല്യയുടെ ആഗ്രഹമല്ലടാ. എല്ലാരും ചേർന്ന് ഒരു ഫോട്ടോയും കൂടി എടുക്കാം. മോനും കൂടി ഒന്നിക്ക്. അമ്മ ചോദിച്ചതല്ലേടാ മോനെ, അവക്ക് തൃപ്തിയാകുന്നത് വരെ ഒന്ന് എടുത്തിട്ട് പോടാ. ഈ വീട് മുഴുവൻ നിങ്ങളുടെ ഫോട്ടോ കൊണ്ട് അവള് നിറയ്ക്കട്ടെ. ഇതുവരെ കുഴപ്പമൊന്നുമില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റി. ഇപ്പൊ കൈയോടെ പിടികൂടുമല്ലോ ചേച്ചി. എന്താ നീ നോക്കി നിൽക്കുന്നേ? മോന്റെ കൂടെ പോയി നിൽക്ക്. ഇനിയിപ്പൊ ഫോട്ടോ ഒന്നും എടുക്കണ്ട. തുമ്മല് വന്നാ ശകുനം നന്നല്ലാന്നർത്ഥം. ഒരു ഫോട്ടോ എടുക്കാൻ എന്തിനാ ശകുനം നോക്കുന്നേ? എന്താ അമ്മ ഇതൊക്കെ? അല്ലടാ, ഞാനേ ഞാൻ എല്ലാ ഫോട്ടോ ഇവിടെ തന്നെ നിന്നെടുത്താ ഒരു ഭംഗി ഉണ്ടാവില്ല. കുട്ടികൾ രണ്ടുപേരും കൂടി അങ്ങ് മുറ്റത്ത് പോയി എടുത്തോട്ടടാ. എന്നാ പിന്നെ അങ്ങനെ ആകട്ടെ. ദേവാ നീ ചെല്ല്, എവിടാന്ന് വെച്ചാൽ വിളിച്ചോണ്ട് പോകും.